തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. സംഘർഷം അതിരൂക്ഷമാണ്. ഇറാനിലെ നഗരങ്ങളിലേക്ക് വ്യാപക ആക്രമണം അമേരിക്ക കഴിഞ്ഞ ദിവസം നടത്തി. ഇറാനുമേൽ ട്രംപിന്റെ ഭീഷണി ഉയർന്നതിന് പിന്നാലെയാണ് അമേരിക്ക ആക്രമണം ശക്തമാക്കിയത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചാണ് ഇറാന്റെ പ്രതികരണം വരുന്നത്. ഇതുവഴി ഒരു കപ്പലും കടത്തിവിടില്ലെന്നും സഞ്ചരിച്ചാൽ അത് ശത്രുവിനെ സഹായിക്കുന്നതായി കണക്കാക്കുമെന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദെ, കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണ് ശക്തമായ ആക്രമണം നടത്തുമെന്ന്. അത് ട്രംപിന്റെ വാക്ക് ട്രംപ് പാലിക്കുന്നു എന്നുള്ള ആംഗിളിലേക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. ട്രംപ് പറയുന്നു, ട്രംപ് അത് നടപ്പിലാക്കുന്നു. ഇറാൻ ഹോർമുസ് അടയ്ക്കുന്നു, ഒരു കപ്പലും ആ വഴി വിടില്ല. സമാധാനമൊക്കെ അകലെയാണെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് നാള് പറയായി. പക്ഷേ ഇത് സംഘർഷം വീണ്ടും വഷളാവുന്ന സാഹചര്യത്തിലേക്കില്ല നീങ്ങുന്നത്. ഹരി, അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അമേരിക്കയുടെ വ്യാപകമായ ആക്രമണം ഇറാന് മേലുണ്ടാകുന്നു. ഇറാനാകട്ടെ ഇതിന് പ്രതികാരമെന്നോണം ഹോർമൂസ് പൂർണ്ണമായി അടയ്ക്കുന്നു. ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും ഹോർമൂസ് അടയ്ക്കുമ്പോൾ ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് ഒരു കപ്പലുകളും കടത്തിവിടില്ല എന്ന കാര്യമാണ്. അതായത് കപ്പലുകൾ കടന്നുപോയാൽ ഈ സഞ്ചരിക്കുന്ന കപ്പലുകൾ ശത്രുവിനെ സഹായിക്കുന്ന കപ്പലുകളാണ് എന്ന് തങ്ങൾ വിലയിരുത്തും എന്ന കാര്യമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല, അമേരിക്കയും ഈ നാവിക ഉപരോധം അല്ലെങ്കിൽ അവരുടെ സമുദ്ര ഉപരോധം കൂടുതൽ ശക്തമാക്കുകയാണ്. 24 ഇന്ത്യക്കാർ സഞ്ചരിച്ച കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണമുണ്ടായി. 3 പേരെ കാണാതായി, ഒരാൾ മരിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. ഇന്ത്യക്കാരനാണ് കൊല്ലപ്പെട്ടതെന്ന വിവരങ്ങളാണ്. അത് അനൗദ്യോഗികമാണ്. ഔദ്യോഗികമായി ഇതുവരെ അത്തരം ഒരു അറിയിപ്പ് വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു രാജ്യം അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യക്കാരുണ്ടായിരുന്ന കപ്പലാണ്. സ്വാഭാവികമായും നേരത്തെയും 5 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ കുവൈറ്റും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരത്തെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ 24 പേർ ഇന്ത്യക്കാർ സഞ്ചരിച്ച കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സെറ്റോ ബെല്ല എന്ന ഒരു കപ്പലിനാണ്. അത് ഇന്ത്യൻ പതാകയുള്ള കപ്പലല്ല. എന്നാൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇന്ത്യക്കാരാണ് എന്ന വിവരമാണ് പുറത്തു